ചാനൽ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത്, ഞാനിപ്പോ 6 മാസമായി ഡിവോഴ്സ് ആയിട്ട്. അപ്പൊ ഈ ഒരു 6 മാസ കാലയളവിൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഞാൻ അനുഭവിച്ചു, അതുപോലെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ഡിവോഴ്സ് ആക്കണ്ടെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ, പിന്നെ ചെലവുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്, കുട്ടികൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്. ഹലോ ഗൈസ്, ഇത് തസ്നിയ എമീർ അതാണ് അവരുടെ പേര് അല്ലേ? അതെ, തസ്നിയ എമീർ റീസെൻ്റ്ലി ഒരു 6 മാസം മുമ്പ് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ലേഡിയാണ്. അവർക്ക് 3 മക്കളാണുള്ളത്, 3 കുഞ്ഞു മക്കളാണുള്ളത്. അപ്പോൾ അവരുടെ ഡിവോഴ്സിന് ശേഷമുള്ള ഒരു ലൈഫ് എങ്ങനെയാണ്, അവർ ജോലിയില്ലാത്തൊരവസ്ഥയിൽ ഡിവോഴ്സ്ഡ് കൂടി ആയ സമയത്ത് അവർ ലൈഫിൽ പതറിപ്പോയ അവസ്ഥയിൽ എങ്ങനെയാണ് അവരുടെ ലൈഫിനെ റിക്കവർ ചെയ്ത് റീബിൽഡ് ചെയ്ത് ലൈഫിൽ ഉയർന്നു വരുന്നത്, അതിനെന്തൊക്കെ ശ്രമങ്ങളാണ് നടത്തുന്നത്, അതേപോലെ ഡിവോഴ്സ്ഡായ ആളുകളോട് അവർക്ക് അവരുടെ പേഴ്സണൽ അനുഭവങ്ങൾ വെച്ച് എന്താണ് അവരോട് സംസാരിക്കാനുള്ളത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിലുള്ളത്. എനിക്കിത് കണ്ടപ്പോൾ വളരെ പോസിറ്റീവായ അല്ലെങ്കിൽ വളരെ ജെനുവിനായ ഒരു വീഡിയോ ആയിട്ട് തോന്നി, അതുകൊണ്ട് ഞാനിവിടെ ഷെയർ ചെയ്തു. നോക്കാം. പിന്നെ ചെലവുകൾ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാനേജ് ചെയ്ത് പോകുന്നത്, കുട്ടികൾ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത്, എല്ലാത്തിനും ഒരു ആൻസർ ആയിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇന്നത്തെ വീഡിയോ അതാണ്. ഈ ഡിവോഴ്സ് കഴിഞ്ഞ 6 മാസ കാലയളവിൽ ഞാൻ വല്ലാണ്ട് ബുദ്ധിമുട്ടുകൾ ശരിക്കും പറഞ്ഞാൽ നേരിട്ടിട്ടുണ്ട്. വല്ലാണ്ട് എനിക്ക് ടെൻഷൻ, മീൻസ് നമുക്ക് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവില്ല, അങ്ങനത്തെ ഒരു ടെൻഷനായിരുന്നു എനിക്ക്. കുട്ടികളോട് ദേഷ്യം പിടിക്കുക, എല്ലാവരോടും ദേഷ്യം പിടിക്കും, കുട്ടികളോട് മാത്രമല്ല, പിന്നെ വല്ലാണ്ട് കരച്ചില്, അതുപോലെ റൂമിന് പുറത്തിറങ്ങാത്തൊരവസ്ഥ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ഇതിലെ സംഭവം ഇതിലൊരു പറയുന്നത് എന്താ വെച്ചാൽ, ഇപ്പം നമ്മൾ ഒരു റിലേഷൻഷിപ്പിലുള്ള സമയത്ത്, പ്രത്യേകിച്ച് സ്ത്രീകൾ റിലേഷൻഷിപ്പിലുള്ള സമയത്ത്, അന്ന് ആ റിലേഷൻഷിപ്പിൽ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് കുട്ടികൾ ഉള്ള സമയത്ത് എങ്ങനെയാണ് ഇവരെ കാര്യങ്ങൾ നോക്കുക, അല്ലെങ്കിൽ ഒറ്റയ്ക്കൊന്നും സമാധാനത്തോടെ ഇരുന്ന് കരയാനും പോലും പറ്റാത്തൊരവസ്ഥയായിരിക്കും. കാരണം കുട്ടികളുടെ കാര്യങ്ങൾ നോക്കണം, കുട്ടികൾക്ക് എന്തറിഞ്ഞിട്ടാണ്, അതേപോലെ കുറേ ബഹളങ്ങൾ, അതേപോലെ കുറേ ഉത്തരവാദിത്തങ്ങൾ, അതിൻ്റെ ഇടയിൽ ഈ കുത്തുവാക്കുകളായിട്ട് കുറേ ടീംസ് വരുന്നുണ്ടായിരിക്കും. പിന്നെ നമ്മൾ ഈ കൊത്തിക്കൂട്ടെന്ന് പറയും, അതായത് ഒരാളെ മനഃപൂർവ്വം ഹേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഓരോ വർത്താനായിട്ടൊക്കെ വരില്ലേ. അപ്പോൾ ഇവരുടെ ഇടയിൽ നമുക്കൊന്ന് കരയാനോ കുറച്ച് ദിവസം അത് സങ്കടപ്പെട്ട് അതിൽ മൈൻഡൊക്കെ ഒന്ന് ഫ്രഷാക്കി വരാനുള്ള ഒരു അവസ്ഥ കിട്ടണമെന്നില്ല. അപ്പോൾ ആ സമയത്ത് പലരും ഡിപ്രഷനിലൂടെ കടന്നു പോകും, ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ ഇതൊക്കെ ഇവർ ഇൻസ്റ്റഗ്രാമിലൊക്കെ തോന്നുന്നു ഇവർ ഒരു വീഡിയോ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവരനുഭവിച്ച വളരെ ഡിപ്രഷൻ പോലെയുള്ള ഒരു അവസ്ഥയൊക്കെ, ഒരു രാത്രി ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെ കുറേ കാര്യങ്ങൾ. അപ്പോൾ അതൊക്കെയാണ് അവരിവിടെ ഷെയർ ചെയ്യുന്നത്. അതായത് ഇമോഷണലി മെൻ്റലി തകർന്ന് തരിപ്പണയക്കുന്ന സമയത്ത് ജോലിയില്ലാണ്ട് 3 കുട്ടികളെ വെച്ച് അവർ അനുഭവിച്ച ബുദ്ധിമുട്ടുകളെക്കുറിച്ചൊക്കെയാണ് അവർ പറയുന്നത്. ഞാൻ വലിയ ഓക്കെ ഒന്നല്ല, പക്ഷെ ഡിവോഴ്സ് ആയിരുന്നു എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല, ഇപ്പൊ വലിയ കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഉണ്ടായിരുന്നു. ഇപ്പൊ എനിക്ക് ഓക്കെ ആണ് ഫുള്ളായിട്ട്. പിന്നെ ചില ആൾക്കാരുണ്ട്, നമ്മൾ ഡിവോഴ്സ് ആയി എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഒന്ന് ചൊറിയും വന്നിട്ട്, അങ്ങനെ കുറച്ച് ഫ്രണ്ട്സ് എനിക്കുണ്ട് കേട്ടോ. സാധാരണ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഒന്നും എനിക്ക് അങ്ങനെ മെസ്സേജ് അയക്കില്ല. ഈ വീഡിയോസ് ഒക്കെ കണ്ട സമയത്ത് അവർ ആദ്യം എനിക്ക് അയച്ചിട്ടുണ്ടായിരുന്നത് അറിയോ ഓക്കെ അങ്ങനെ ചോദിച്ചിട്ടുള്ളേക്കും. പക്ഷെ വേറെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഇന്നേ അവരൊന്നും എനിക്ക് മെസ്സേജ് തന്നെ അയച്ചിട്ടില്ല. പക്ഷെ ഇതിൽ ഇവർ ഫ്രണ്ട്സിനെ കുറിച്ച് പറയുന്നു, അതായത് വെറുതെ കൊത്തിക്കൂട്ടം കൂടാൻ വേണ്ടി വരുന്ന കുറച്ച് ഫ്രണ്ട്സ്. ഇപ്പോൾ അവർ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് യൂട്യൂബ് വീഡിയോസൊക്കെ കണ്ടതിന് ശേഷം വന്നിട്ട് ചോദിക്കത്രേ, ഭർത്താവ് എവിടെ, ഗൾഫിലാണോ, ഭർത്താവ് എപ്പോൾ വരും, ഭർത്താവിൻ്റെ അടുത്തേക്ക് എപ്പോഴാണ് പോകുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനെയുള്ള അളിഞ്ഞ നാറികൾ ഫ്രണ്ട്സായിട്ട് ഇങ്ങൊക്കെ ഉണ്ടെങ്കിൽ ആ ഫ്രണ്ട്സിൽ നിന്ന് മാറിപ്പോവുക, ഒഴിഞ്ഞു നിൽക്കുക, അവനവൻ്റെ കാര്യം നോക്കുക, അങ്ങനെയുള്ള പാരസൈറ്റുകളെ ലൈഫിൽ നിന്ന് ഒഴിവാക്കുക എന്നുള്ളൊരു കാര്യങ്ങളൊക്കെയാണ് അവർ പറയുന്നത്. ഈ നാറി എന്നൊന്നും ഇവർ പറയില്ല കേട്ടോ, ഇവർ വളരെ സഭ്യമായ രീതിയിൽ സംസാരിക്കുന്നത്. അപ്പോൾ ആ ഒരു റെസ്പെക്റ്റ്, എനിക്ക് സ്നേഹമൊക്കെ ഇവർ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് അവരോട് തോന്നി. നാറി എന്നുള്ളത് ഞാൻ ചേർത്തതാണ്. അങ്ങനെയുള്ള ഊള ഫ്രണ്ട്സും ഒക്കെ ഉണ്ടായിരിക്കും. എന്നോട് ഭയങ്കര സ്നേഹമാണ്. ഒരു ഫസ്റ്റ് തന്നെ തുടങ്ങുന്നത് ഇങ്ങനെയായിരിക്കും ഇല്ല, കാരണം എന്താ വെച്ചാൽ അങ്ങനെ പറയുന്ന ആൾക്കാർ അവിടെ നിന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ അനുഭവിക്കാൻ അവര് വരൂലല്ലോ, എങ്ങനെ നമ്മൾ തന്നെ അനുഭവിക്കണം. എന്റെ മനസ്സിലുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാകും, പക്ഷെ അങ്ങനെ ഒരു ചിന്തയെ എനിക്കില്ല. പിന്നെ ഡിവോഴ്സ്ഡായിട്ട് ഒരു സ്ത്രീ നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ആളെങ്ങനെ കെട്ടിച്ചു വിടണം എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത്, അല്ലെങ്കിൽ ഒരു കുരുട്ടുബുദ്ധിയുടെ പുറത്ത് ചില ആൾക്കാർ വരുന്നുണ്ടായിരിക്കും. ചില ആൾക്കാർ ഓഫറൊക്കെ തരുന്നുണ്ടായിരിക്കും, നിനക്കൊരു ആണില്ലാണ്ട് ജീവിക്കാൻ പറ്റൂല, അതുകൊണ്ട് ഇയാളെ കെട്ടിക്കൊന്ന് ഈ ലൈഫിൽ സേഫ് ആകുന്നൊക്കെ. ഒരു കാര്യം ആലോചിക്കാം, നമ്മളില്ലേ ഈ എരുതിയിൽ നിന്ന് വറച്ചട്ടിയിലേക്ക് എന്ന് പറയുന്ന അവസ്ഥയിലായിരിക്കും പലരുടെയും അവസ്ഥ, അങ്ങനെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇവരിവിടെ പറയുന്നത് സ്വന്തമായിട്ടൊരു ജോലി വാങ്ങാൻ ശ്രമിക്കുക, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ്.
സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ ഇവർ ഇതിൻ്റെ കൂടെ പറയുന്ന വേറൊരു കാര്യമുണ്ട് കേട്ടോ. അതായത് ഡിവോഴ്സ്ഡ് ആയ ആളുകളോട് പറയുന്ന മെയിനായിട്ടുള്ളൊരു കാര്യം എന്താ വെച്ചാൽ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആവുക, സ്വന്തമായിട്ട് വരുമാനം ഉണ്ടാക്കുക, കുട്ടികളെയൊക്കെ വീട്ടുകാരെ ആശ്രയിക്കാണ്ട് സ്വന്തമായിട്ട് പോറ്റാൻ ശ്രമിക്കുക. അതിനൊരു ജോലി വേണം, ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത ഉണ്ടാക്കാൻ ശ്രമിക്കുക, ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കുക എന്നൊക്കെയാണ് ഇതിൽ പോയിൻറ്റ്. പിന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്ന കല്യാണം കഴിക്കണം പെട്ടെന്ന് മുട്ടി നിൽക്കുന്ന കുറച്ച് ടീംസിന് അവിടെയൊക്കെ ഒരു പറയുന്നത് അങ്ങനെയല്ല, നമ്മളിങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ അവരോടൊക്കെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതിൽ. അല്ലെങ്കിൽ കല്യാണം ഉറപ്പിച്ച ആളുകളോട്, കല്യാണം കഴിച്ച എല്ലാം ആയി എന്ന് വിചാരിക്കുന്ന ആളുകളോടൊക്കെ ഇവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ആദ്യം നന്നായിട്ട് പഠിച്ച് ജോലിയൊക്കെ വാങ്ങിയിട്ട് ചെയ്യാന്നൊക്കെ. ഈ കാര്യം ഇത് പറയാൻ കാരണം എന്താ വെച്ചാൽ വളരെ ക്ലിയറായിട്ടാണ് ഇവർ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്, വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അവരുടെ പേഴ്സണൽ ലൈഫിൽ നിന്നാണ് കാര്യങ്ങൾ പറയുന്നത്. ഇപ്പോൾ റെസ്പെക്റ്റ് കല്യാണത്തെ കുറിച്ചൊന്നും ഞാനിപ്പോൾ ചിന്തിക്കുന്നില്ല, കാരണം എനിക്ക് വലിയ മിസ്സിംഗ് ഒന്നും വരാറില്ല. ഇപ്പം എനിക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ പണ്ടൊക്കെ ഭയങ്കര കുട്ടിക്കളിയായിരുന്നു എനിക്ക്. ഇപ്പൊ കുട്ടികളി ഇല്ലാന്നല്ല, കുട്ടികളോട് കളിക്കുമ്പോൾ എങ്ങനെയും കുട്ടിക്കളി കുറച്ചൊക്കെ ഉണ്ടാവും. പക്ഷെ ഇപ്പൊ ഒരു കാര്യക്ഷമത വരാന്ന് പറയില്ലേ, എന്തെങ്കിലും കമന്റ് ബോക്സിൽ തന്നെ കാണാൻ പറ്റും. കുറേ കുട്ടികൾ സഹിച്ചു നിൽക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അവരോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പെർസെൻറ്റേജെങ്കിലും നിങ്ങൾ ആ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിന്നോളൂ. പക്ഷെ സ്നേഹം അല്ലെങ്കിൽ റെസ്പെക്റ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും പൈസ എന്തെങ്കിലും ഇവർ പറയുന്നത് കടിച്ചു തൂങ്ങിയിട്ട് റിലേഷൻഷിപ്പിൽ നിൽക്കുന്ന ആളുകളുണ്ടാവില്ലേ, ട്രോമ ബോണ്ട് എന്നൊക്കെ പറയുന്ന സാധനം. അതായത് ഇമോഷണലി ഇയാളിൽ നിന്ന് ഒഴിവാകാൻ പറ്റില്ല, ആളാണെങ്കിൽ ഭയങ്കര വയലൻസ് ആയിരിക്കും, നമ്മളെ ഒരു തരത്തിലും റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, നമ്മുടെ ചോയ്സുകളെ റെസ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കില്ല, ഒരു സമാധാനം തരുന്നുണ്ടാവില്ല, പൊതിരെ പിടിച്ച് തല്ലുന്നുണ്ടായിരിക്കും, പല തരത്തിൽ ശാരീരികമായും മാനസികമായിട്ടും ലൈംഗികമായിട്ടും ഒക്കെ ചൂഷണം ചെയ്യുന്നുണ്ടായിരിക്കും, അങ്ങനെ കുറേ സാധനമാണ്. അപ്പോൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഈ ത്യാഗം ചെയ്യുന്നതുകൊണ്ട് അവർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ, സാമ്പത്തികമായ ഒരു ഭദ്രതയോ ഇമോഷണൽ സപ്പോർട്ട് എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ ഓക്കെ എന്നാണ് അവർ പറയുന്നത്. അത് അവരുടെ അഭിപ്രായമായിട്ട് പറയുന്നത്. അല്ലെങ്കിൽ അവനവൻ്റെ കാര്യം നോക്കി പോകുക എന്നുള്ളതാണ്. എൻ്റെ ഒരു അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ, ഓവറായിട്ട് ത്യാഗം ചെയ്യേണ്ട കാര്യമില്ല. ഈ ത്യാഗം ചെയ്യുന്ന ആളുകളുടെയൊക്കെ ജീവിതം മൂഞ്ചി പോകാനാണ് സാധ്യത. പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പാത്രം അറിഞ്ഞ് വിളമ്പുക എന്നൊരു സാധനം ഉണ്ടല്ലോ. നമ്മൾ ഒരാളെ കെയർ ചെയ്യുന്നുണ്ടെങ്കിൽ അത് അയാൾ അർഹിക്കുന്നുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കുക. ഉണ്ടെങ്കിൽ അവരത് അർഹിക്കുന്നുണ്ടെങ്കിൽ, അവരത് ഡിസേർവ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് കൊടുക്കുക. പിന്നെ നമ്മൾ വല്ലാണ്ട് ഇപ്പോൾ മെഴുകുതിരിയുടെ അവസ്ഥയിൽ നമ്മളിങ്ങനെ മൊത്തത്തിൽ കത്തിയിട്ട് നമ്മളില്ലാണ്ടായി പോയിട്ട് കാര്യമില്ല. നമുക്ക് ജീവിക്കണ്ടേ? അപ്പോൾ നമ്മൾ തകർന്ന് അരിപ്പണമായിട്ട് വേറൊരാളെ നന്നാക്കേണ്ട കാര്യമായി ഇല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. നമുക്കത് ഓക്കെ അല്ല തോന്നുകയാണെങ്കിൽ കാര്യം അവതരിപ്പിച്ച് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോവുക. പിന്നെ അവിടെ അപ്പോൾ വയലൻസും തേങ്ങയൊന്നും ഉണ്ടാവില്ല. ഇങ്ങനെ സാധനം ഉണ്ട്. അപ്പം മ്യൂച്വൽ കൺസെൻറ്റോട് കൂടി ഡിവോഴ്സ്ഡ് ആവുക, രണ്ട് വഴിക്ക് പോവുക. ഈ കാര്യം നിങ്ങൾക്ക് അതിൽ നിന്ന് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മെച്ചം, ജോലിയൊക്കെ എന്തിനാ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എന്നൊക്കെ ഞാനും വിചാരിക്കുന്നു. പക്ഷെ ഇപ്പം ഞാൻ പറയാലോ, ജോലി ഉണ്ടെങ്കിൽ എന്തും കൊണ്ട് നമുക്കൊരു ബെറ്ററാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ മക്കളെ ചിലവ് നമ്മൾ എത്രയാണെന്ന് വെച്ചിട്ട് ഈ വീട്ടുകാരെ ബുദ്ധിമുട്ടിക്കുന്നത്. നിങ്ങളെങ്ങനെ ചിന്തിച്ചു നോക്കുക, ബുദ്ധിമുട്ടിക്കുന്ന അല്ലായിരിക്കും, പക്ഷെ അവരോട് ചോദിക്കുന്ന സമയത്ത് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഇങ്ങനെ ഡിവോഴ്സൊക്കെ ആയി നിൽക്കുന്ന സമയത്ത് എങ്ങനെയും ബുദ്ധിമുട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ പറയുന്നത്, നിങ്ങൾ എന്താ പറയുക, എൻ്റെ ഒരു വാക്കിന് റെസ്പെക്റ്റ് കൊടുത്തുകൊണ്ട് ചെയ്യുക. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റ ബൈ ബൈ, സീ യു ഗൈസ്. എൻ്റെ മോൻ എനിക്ക് ചൂടെടുക്കുന്നത്. എമീർ ബേബി ഹായ് പറ. അപ്പോൾ എനിക്ക് ഇവരുടെ വ്ളോഗ് കണ്ടപ്പോഴേ എനിക്ക് ഭയങ്കരമായിട്ട് നമ്മുടെ അടുത്ത വീട്ടിലെ ഒരാൾ സംസാരിക്കുന്ന പോലെ അങ്ങനെ ഒരു ഫീൽ ഉണ്ടായി നമുക്ക്. അപ്പോൾ ഇവരുടെ യൂട്യൂബ് വീഡിയോസിനെ താഴെ വന്നിട്ട് ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് വീട്ടിൽ ഒരുപാട് ഗാർഹിക പീഡനം അനുഭവിക്കുന്ന സ്ത്രീകൾ, ചെറിയ കുട്ടികളെ വെച്ചിട്ട് ദുരിതം അനുഭവിക്കുന്ന ആളുകൾ, അതായത് അവരെ കെട്ടിയവൻ്റെ ഒന്നും ഒരു റെസ്പെക്റ്റും സ്നേഹമൊന്നും കിട്ടാത്ത, കെയറൊന്നും കിട്ടാത്ത ആളുകൾ, ജീവിതത്തിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത ആളുകൾ, ഡിവോഴ്സ് ചെയ്യാനാണ് ഒരു ആഗ്രഹം, പക്ഷേ എങ്ങനെ ചെയ്യണം, ആരോട് പറയുന്നു എന്നറിയില്ല, വീട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല, നാട്ടിൽ നിന്ന് സപ്പോർട്ട് കിട്ടുന്നില്ല, അങ്ങനെ ഒരു അവസ്ഥയിലൊക്കെ. അപ്പോൾ ഇവർ പറയുന്നുണ്ട് ഇവർക്ക് പള്ളിയിൽ നിന്നും അതേപോലെ ഇവരുടെ ഫാമിലിയിൽ നിന്നും ഉമ്മച്ചിയുടെ അടുത്തു നിന്നൊക്കെ നല്ല രീതിയിൽ സപ്പോർട്ട് കിട്ടിയിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ സപ്പോർട്ട് കിട്ടാത്ത ആളുകളോട് കൂടി വേണ്ടിയിട്ടാണ് ഇവർ വീഡിയോസ് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ വാക്കുകൾ ആർക്കും പെട്ടെന്ന് കണക്ട് ചെയ്യാൻ സാധിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ആ കമൻറ്റുകളിൽ നിന്ന് എനിക്കതാണ് മനസ്സിലായത്. അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. ബൈ ബൈ.